ഹായ് ഓൾ, എല്ലാവരും ജോയിൻ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തതായിരുന്നു. സോ വെൽക്കം ടു അവർ വെബിനാർ സെഷൻ ആൻഡ് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ വീഡിയോ, ഫസ്റ്റ് ആയിട്ട് ലെറ്റ് മീ താങ്ക് ഈച്ച് ആൻഡ് എവ്രി വൺ. നിങ്ങളുടെ ടൈമും എഫേർട്ടൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വെബിനാർ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും റിയലി താങ്ക് യു. അപ്പൊ നമ്മൾ ഈ ഒരു വെബിനാർ സെഷൻ കൊണ്ട് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, സോഹോ ബുക്സ് നമ്മൾ മെയിൻലി സർവീസ് സെക്ടറിനെ എങ്ങനെയാണ് ഈസിലി സോഹോ ബുക്സ് വെച്ചിട്ട് സ്ട്രീംലൈൻ ചെയ്യാന്നുള്ള ഒരു ഓവറോൾ പിക്ചർ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ വെബിനാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പോലെ നമ്മളെ ടീമിനെ കുറിച്ചിട്ടും ടീം മെമ്പേഴ്സിനെ കുറിച്ചിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ റിഷാദ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ റിഷാദ് പ്ലീസ്. Okay. Hi all. So, okay, we are starting. Okay. So, first of all, thank you all. So, we'll start with the Data to Insight solution. Data to Insight solution is a strategic partner for digital transformation. Okay, and also we are the authorized partner for the Zoho. And what we do in the business, we focus in the area of finance and operations and CRM part, digital transformation, service industry and product industry. നമ്മൾ പ്രയോറിറ്റൈസ് ഏരിയ എന്നുള്ളത്. സോ അവർ മോട്ടോ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന പ്രോസസ് കറക്ഷൻ ഓവർ ടെക്നിക്കൽ ഡിസ്ട്രാക്ഷൻസ്. അപ്പം കൂടുതലും ബിസിനസിൻ്റെ പ്രോസസ്സും ഫൈനാൻസും അതിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളും മനസ്സിലാക്കി reduce the minimize the customization and the process correction. We believe in the process that makes sense, okay, rather than the technology. So we are focused on more functions and process. And myself, Rishad Ahmad, and business functional expert ആണ്, and it's present in Tensiha Amjad and the Zoho Books implementation expert. അപ്പോൾ നമ്മൾ ഇന്നത്തെ വെബിനാറിൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ബിസിനസ് ഫൈനാൻസ് വിത്ത് സോഹോ ബുക്സ് ഫോർ സർവീസ് ഇൻഡസ്ട്രി. നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക ഡിജിറ്റൽ സർവീസ് ഇൻഡസ്ട്രീസ് ആണ്. അതായത് ഐ ടി ഇൻഡസ്ട്രി, മീൻ ഐ ടി സർവീസസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി, ബ്രാൻഡിങ് കമ്പനീസ്, വെബ് ഡെവലപ്മെന്റ് കമ്പനീസ്. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ബിസിനസ്സിനെ ഫോക്കസ് ചെയ്തായിരിക്കും നമ്മൾ കംപ്ലീറ്റ്ലി പ്രൊസഷൻ ചെയ്യുന്നത്. ബിക്കോസ് നമ്മളൊരു ഫങ്ഷണൽ മോഡലിലാണ്. അവരുടെ ഒരു യൂസ് കേസും അതുമായി ബന്ധപ്പെട്ട യൂസ് കേസും അതിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടോട്ടലി പ്രസന്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഇൻഡസ്ട്രീൻ്റെ രീതിയിലുള്ള എക്സാമ്പിൾസും കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവും. സോ നമ്മളിത് കവർ ചെയ്യുന്ന പോർഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, why do business need an accounting and how does accounting benefit the business, and overview about the Zoho Books. Zoho Books ൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡെമോ ഉണ്ടായിരിക്കും. ആൻഡ് നമ്മൾ വേറെ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ഒരു P&L, എങ്ങനെ ബാലൻസ് ഷീറ്റ് നമ്മൾ എങ്ങനെ അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻസ് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിയിൽ. ഓക്കെ. ആൻഡ് ഓവർവ്യൂ, നമുക്കിങ്ങനെ ഒരു ബഡ്ജറ്റ് ട്രാക്ക് ചെയ്യാൻ, എങ്ങനെ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്, അതെങ്ങനെ സോഹോ ബുക്സിൽ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫങ്ഷണാലിറ്റീസ്. അഡീഷണലി സോഹോ ബുക്സിൽ വരുന്ന എൻഹാൻസ്ഡ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഈസി അക്കൗണ്ടിങ്ങിനും കാര്യങ്ങൾക്ക് വേണ്ടി എൻഹാൻസ്ഡ് ഫീച്ചർ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, why do you need a business accounting? Okay, നമ്മൾ മേജറായിട്ട് നമ്മൾ എന്തൊരു അക്കൗണ്ട്സ് എന്നുള്ള പാർട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലായത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് CS, അക്കൗണ്ട്സ്, GST, കസ്റ്റമർ പേയ്മെന്റ്, ബാങ്കിലത്തെ പേയ്മെന്റ് ട്രാക്ക് ചെയ്യുക, കസ്റ്റമർ പേയ്മെന്റ്, അതായത് പേയ്മെന്റ്സ് നമ്മൾ കൊടുക്കാനുള്ള വെൻഡേഴ്സിന്റെ പേയ്മെന്റ്സ്. ആ ഒരു തരത്തിലാണ് എല്ലാവരും അക്കൗണ്ട്സിന് കൂടുതലും സ്മോൾ സ്കെയിലിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതായിരിക്കും ഒരു ഓപ്പറേഷൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ്സിന്റെ കണക്കും കാര്യങ്ങൾ അറിയാന്നുള്ളതാണ്. ഓക്കെ. അതിലുപരി നമ്മളൊരു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്കൗണ്ടബിലിറ്റി നമ്മൾ ബിസിനസ്സിൽ കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു മേഖലയിൽ നോക്കുമ്പോൾ, അതായത് ഡിജിറ്റൽ സർവീസ് ഇൻഡസ്ട്രിയിൽ, എസ്പെഷ്യലി ഈ നമ്മൾ പറയുന്ന ഡിസ്കസ് ചെയ്ത IT സർവീസസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആ ഒരു സ്പേസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മൾ എക്സ്പീരിയൻസ് നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മളും സെയിം ഇൻഡസ്ട്രി ആയതുകൊണ്ട് നമുക്കൊന്നും കൂടി റിലേറ്റ് ചെയ്തതിന് ഡീറ്റെയിൽ ആയി പറയാൻ പറ്റും. അപ്പം നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ആസ് എ ബിസിനസ് ഓണർ, ആസ് എ ടീം, ഇപ്പം നിങ്ങൾ ഫ്രണ്ട്സ് ആണ്, ഇപ്പം ചേർന്ന് ബിസിനസ് ചെയ്യുമ്പോൾ ദ എഫേർട്ട് ഈസ് മെഷേർഡ് എന്നതാണ്. നമ്മുടെ ഒരു എഫേർട്ട് ഉണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്, അത് ഈ ഒരു ഇൻഡസ്ട്രി ഒബ്ജക്റ്റീവ് നമ്മൾ മനസ്സിലാക്കുന്നത് ആക്ച്വലി നമ്മൾ നമ്മുടെ എഫേർട്ടിനെ അക്കൗണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ. നമ്മൾ ഒരു ടീം എന്നുള്ള നിലയ്ക്ക് ഒരു ഫൗണ്ടർ ആ ഒരു എഫേർട്ട്, നമ്മളുടെ എഫേർട്ടിനെ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. സോ മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മൾ ബിസിനസ് റൺ ചെയ്യും. സോ ഇറ്റ് മേ ബി എന്തായിരിക്കില്ല, നമ്മളൊരു
ഇൻവെസ്റ്റ്മെന്റോ അത്രയും വലിയൊരു കാപ്പെക്സ് ഇൻഡസ്ട്രി ആയിരിക്കില്ല, എപ്പോഴും ഒരു ഒപ്പെക്സ് ഇൻഡസ്ട്രി ആയിരിക്കും. അപ്പം അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ വർക്ക് ചെയ്യുമ്പം നമ്മുടെ എഫേർട്ട് എത്രമാത്രം ഉണ്ട്, ഓക്കെ, നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ എത്ര ടീമോ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ ആക്ച്വൽ എഫേർട്ട് നമ്മളൊരു ഫിഗറിലോ എല്ലാ കാര്യങ്ങളോ ഇല്ലാതെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ശരിക്കും മെഷേർഡ് ആവുന്നില്ല. അപ്പൊ അതിൻ്റെ ഒരു ആബ്സെൻസ് നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ മിസ് ചെയ്ത് വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു ചെയ്യാത്തതിന്റെ, ഓക്കെ, ആ ഒരു ഇതില്ല ചെയ്യാത്തതിന്റെ. നെക്സ്റ്റ്, ദ പോയിന്റ് ഓഫ് വാല്യുവേഷൻ. ഇപ്പോഴത്തെ ഒരു സിനാരിയോയില് ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നു. അതിലുപരി കറണ്ട് മാർക്കറ്റ് നമുക്ക് നോക്കിയാലും കമ്പനി ഇറ്റ് സെൽഫ് ഒരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, കമ്പനി ഇറ്റ് സെൽഫ് എന്ന പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ വാല്യുവേഷൻ ഓഫ് ദ കമ്പനി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഫസ്റ്റ് ഇതൊരു ആദ്യമൊക്കെ മാർക്കറ്റിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നു, അതിനൊരു ഇൻകം വരുന്നു, അതിനൊരു ക്യാഷ് ഫ്ലോ വരുന്നു. അതായിരുന്നു നമ്മൾ കമ്പനി വാല്യൂറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആ കമ്പനി ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതിന്റെ മാർക്കറ്റ്, അതിന്റെ ഒരു ബ്രാഞ്ച്, അതിന്റെ ഫൗണ്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട്സ്, അങ്ങനെ മെനി ഫാക്ടേഴ്സ്, ഇതിനെല്ലാം വെച്ചിട്ടാണ് ഇപ്പൊ ഒരു കമ്പനിയുടെ വാല്യൂഷൻ വരുന്നത്. പക്ഷെ ഇതിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ഇറ്റ്സ് അക്കൗണ്ടിങ്. വെൻ യു കം ടു ദ വാല്യുവേഷൻ പോയിന്റ്, അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് അക്കൗണ്ട്സ് ആണ്. നിങ്ങൾ പലരും കണക്ട് ചെയ്തിട്ടുണ്ടാവും ഏതെങ്കിലും വാല്യുവേഷൻ പ്രോസസ്സിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പങ്കെടുത്ത ഫ്രണ്ട്സോ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. ഇറ്റ്സ് എൻറ്റയർലി ഇത് ത്രൂ ദ എവിഡൻസ് ചെക്കിങ്. നമ്മൾ എത്ര രൂപയ്ക്ക് ഇതിന് എത്ര എമൗണ്ടിന്റെ ടേൺ ഓവർ ഉണ്ടായിട്ടുണ്ട്, വാട്ട് ഇസ് ദ എക്സ്പെൻസസ്, വാട്ട് ഇസ് ദ ടീം ബാക്ക്ഗ്രൗണ്ട്. അതിന്റെ അക്കൗണ്ടബിലിറ്റി പ്യൂർ ആയിട്ട് മനസ്സിലാവുക എന്നുള്ളത് ഗുഡ് വില്ലും മറ്റു കാര്യങ്ങളിലും മാർക്കറ്റും അത് ഡിഫറൻസ് ആണെങ്കിലും കൂടി അതിന്റെ മെയിൻ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളെ ഫൈനാൻസ് അക്കൗണ്ട്സ് ആണ്. അപ്പം പലരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം അക്കൗണ്ട്സ് എക്സലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടാവും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. കാരണം അത് ഈ ഇൻഡസ്ട്രി എപ്പോഴും ഒരു പാഷന്റെ പുറത്താണ് പലരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇറ്റ്സ് ഓൾ അബൌട്ട് പാഷൻ. ഇപ്പം ഒരു ടെക്നിക്കൽ പേഴ്സണോ അതല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ആൾക്കാർ ഒരു പാഷന്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ വി ആർ നോട്ട് അവെയർ അബൌട്ട് ദ വാട്ട് ഇസ് അക്കൗണ്ടിങ്, അതും യാതൊരു അവെയറും ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും ഒരു വാല്യുവേഷൻ പോയിന്റ് പോകുമ്പോൾ നമുക്കും ഒരുപാട് അങ്ങനത്തെ കസ്റ്റമേഴ്സ് വന്നിട്ട് ഹൗ വി ക്യാൻ ഓൾഡ് റെക്കോർഡ് ചെയ്ത് എങ്ങനെ ഡാറ്റ ഉണ്ടാക്കാം, എങ്ങനെ ഡാറ്റ ബിൽഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ ബാങ്ക്, അങ്ങനത്തെ പല സിറ്റുവേഷനിലും നമ്മളും കണ്ടിട്ടുണ്ട്. സോ വാല്യുവേഷൻ പോയിന്റിലും അക്കൗണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു മേഖല കണ്ടുള്ള കാര്യം സ്ട്രെങ്ത് യുവർ പാർട്ണർഷിപ്പ് ത്രൂ ദ ക്ലാരിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഏരിയയാണ്. കാരണം നമ്മൾ പാർട്ണർഷിപ്പിലൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ it's very important to have a clarity. It's very important. Clarity എന്ന് പറയുമ്പോൾ it's not a how much profit. It's not like that. I don't know. നമ്മൾ ഓരോ ഡിമെൻഷനിലും, അതായത് ഡിമെൻഷൻ ഓഫ് പ്രോജക്റ്റ്, ഡിമെൻഷൻ ഓഫ് ഡിഫറെന്റ് കോസ്റ്റ് സെന്റേഴ്സ്, ഡിമെൻഷൻ ഓഫ് ബ്രാഞ്ച്, നമ്മൾ ഏതൊക്കെ ഡിവിഷനിലാണ്, പല ഡിവിഷനായിട്ട് ചെയ്യുന്നത്, ആ ഡിവിഷനിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടോ, ഏത് ഡിവിഷനിലാണ് പ്രോഫിറ്റ്, ഏത് ഡിവിഷനിലാണ് കൂടുതൽ കോസ്റ്റ് വരുന്നത്, ആ രീതിയിലൊരു ക്ലാരിറ്റി, നമ്മളെ അക്കൗണ്ടബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കാണെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനും അതിൽ ഡിസിഷൻസ് എടുക്കാനും പാർട്ട്ണർഷിപ്പിൽ ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഒരു വ്യൂ കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ചിലപ്പം വിചാരിക്കും വി ആർ ഗെറ്റിംഗ് പ്രോഫിറ്റ് ഓൺ ദ പ്രോജക്റ്റ്, ബട്ട് ഹൗ മച്ച് ഗോയിങ് ടു എഫക്ട് ഇൻ ദ കോസ്റ്റ്. ചില പ്രൊജക്റ്റ് കണ്ടിട്ടാവും ഇനീഷ്യലി വിൽ ഗെറ്റ് എ ഗുഡ് പ്രോഫിറ്റബിൾ, ബട്ട് ലോങ് ടൈം നമ്മൾ അതിന്റെ ഒരു സപ്പോർട്ട് പീരീഡും അൺബിൽഡ് ആയിട്ട് സപ്പോർട്ടും നോക്കുമ്പോൾ മേ ബി ഇറ്റ് ഇൻ ലോസ്. അങ്ങനത്തെ ഒരുപാട് കേസസ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരാറുണ്ട്. വാട്ട് ഇസ് മേ ബി ഷോർട്ട് ടൈം പ്രൊജക്ട് പ്രോഫിറ്റബിൾ ആയിരിക്കാം, ലോങ് ടൈം ആ പ്രൊജക്ട് ലോസ് ആയിരിക്കാം, അങ്ങനെ ഡിഫറെന്റ്. അപ്പം ആ ഒരു ക്ലാരിറ്റിയും ഒരു അക്കൗണ്ടബിലിറ്റിയുള്ള ക്ലാരിറ്റിയും അത് നമ്മുടെ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മളിവിടെ പറയാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് അബൌട്ട് നമ്മളെ ഫൈനാൻസ് ട്രാക്ക് ചെയ്യുക, ബാങ്കിലെ ബാലൻസ് ചെക്ക് ചെയ്യുക, കറക്റ്റ് കസ്റ്റമർ തന്നിട്ടുണ്ടോ, കറക്റ്റ് GST പേ ചെയ്തിട്ടുണ്ടോ, അതിലുപരി അതിനൊരു അനലിറ്റിക്കൽ വ്യൂ, നിങ്ങളുടെ ഒരു ബിസിനസിന്റെ ഹെൽത്ത് ചെക്ക് ചെയ്യാനുള്ള റിപ്പോർട്ട് പോലെ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിന്റെ സ്കോപ്പ് വളരെ വലുതാണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഒരു കോംപ്ലയൻസിന് വേണ്ടി അക്കൗണ്ട് ചെയ്യുന്ന പോലെയല്ല, ഇറ്റ്സ് വെരി ബിഗ്. സോ നമ്മൾ എന്താണെങ്കിലും സംതിങ് ഇറ്റ്സ് ലോസ് ഓർ പ്രോഫിറ്റ്, ബട്ട് നമുക്ക് കറക്റ്റ് അറിയണം വൈ ഇറ്റ്സ് ഹാപ്പൻ, എവിടെയാണ് നമുക്ക് ലോസോ എവിടെയാണ് സംഭവിച്ചതെന്നുള്ളത്. So that's the importance of the accountability bringing your business. So how does your accounting benefit your business? So simply പറയുകയാണെങ്കിൽ it's meeting your ROI, including your opportunity cost. Your opportunity cost എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് പലരും, so if you are working in somewhere in a company, I could earn more than this.
സോ നിങ്ങളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി you should take a salary, and you should book a salary. Maybe we cannot take a salary, but we should book a salary. Accounts-ന്റെ ഒരു പ്രത്യേകതയാണ്, ഇറ്റ്സ് നോ നീഡ് ടു ടേക്ക് എ സാലറി, വി ക്യാൻ ബുക്ക് എ സാലറി. അപ്പം നമ്മളൊരു ഫ്യൂച്ചറിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ മേ ബി കമ്പനി ആൻഡ് ദ പേഴ്സൺ ഇസ് ഡിഫറെൻറ്റ്. ദർ ഷുഡ് ബി എ സം ഓഫ് എമൗണ്ട് യു ഇൻവെസ്റ്റഡ് ഇൻ ഇറ്റ്. യു ക്യാൻ സീ ദാറ്റ്. എസ്പെഷ്യലി ഇത് പറയാൻ കാരണം ഈ ഇൻഡസ്ട്രീസ് ഒപ്പെക്സ് മാർക്കറ്റ്, ഇറ്റ്സ് നോട്ട് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അത്ര വേണമെന്നില്ല. പല കമ്പനീസും ഈ IT ഫേംസും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേംസ് ഒക്കെ ബിൽഡ് ആയിട്ടുള്ളത് ഓപ്പറേറ്റ് ചെയ്തുള്ള ഫണ്ട് ഫ്ലോ വെച്ചിട്ടാണ്. ഇറ്റ്സ് നോട്ട് ആക്ച്വലി. സോ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഹൗ മച്ച് വി ഇൻവെസ്റ്റഡ്, സോ ഫൈൻഡ് യുവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആൻഡ് ബുക്ക് യുവർ കോസ്റ്റ് ഇൻ ദ കമ്പനി. ഓക്കെ, കമ്പനി ആൻഡ് പേഴ്സൺ ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, സോ ആ ഒരു അപ്രോച്ചിൽ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ബെനിഫിറ്റ് ഫോർ യുവർ അക്കൗണ്ടിങ്. ആൻഡ് വേർ ഇസ് ദ മണി ഗോയിങ്, വാട്ട് ഷുഡ് യു ബി ദ ട്രാക്കിംഗ്. എവിടേക്കാണ് നിങ്ങൾക്ക് ക്യാഷ് പോകുന്നത്, ഓക്കെ, ആൻഡ് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ക്യാഷ് വരുന്നത്. ജസ്റ്റ് കസ്റ്റമറിനാണ് ക്യാഷ് വരുന്നത് നമുക്ക് മനസ്സിലാക്കും. പക്ഷേ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു IT ഫേം ആണെങ്കിൽ മേ ബി വി ഹാവ് എനി പ്രൊഡക്റ്റ് ആൻഡ് പ്രൊഡക്റ്റ് സെയിൽസ് അവൈലബിൾ ഉണ്ടാവും. സെയിം ടൈം ഫോർ ദ സസ്റ്റൈനബിലിറ്റി വി ആർ ഡൂയിങ് എനി സർവീസ് IT സർവീസ് വർക്ക്, ഇനി ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് സർവീസിലേക്ക് കിട്ടുന്നു. സോ വേർ ദ മണി ആക്ച്വൽ കം, ഹൗ മച്ച് കമ്മിങ് ദ product, how much expense to maintain that product, how much coming from the services, what is the maintenance for the service industry. So ഏത് ഏരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, what is the area the long term നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ അക്കൗണ്ട്സ് ഒരു ഫിഗറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിലുപരി ഒരു ധാരണയിലായിരിക്കും, ഒരു ക്ലാരിറ്റിയിലായിരിക്കില്ല. ബട്ട് ഇഫ് യു ഹാവ് പ്യുവർ അക്കൗണ്ടിങ് അതിന് വളരെ ക്ലാരിറ്റി ഉണ്ടാവും, ഏത് ടൈം ലൈനിലാണ് ഇതെങ്ങനെ സംഭവിക്കുന്നുള്ളത്. ആൻഡ് ആസ് പെർ യുവർ പ്രൊജക്ട് പ്രോഫിറ്റബിലിറ്റി, നമ്മൾ എപ്പോഴും അല്ലെ ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഓൾ ഇവന്റ് ഇസ് എ പ്രൊജക്ട്, ഓൾ കസ്റ്റമേഴ്സ് ഇസ് കമ്മിങ് വിത്ത് എ പ്രൊജക്ട്. ഓക്കെ, സോ ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു ചെക്ക് ദ പ്രൊജക്ട് വൈസ് പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, ആൻഡ് സോ ഈ ഒരു സിസ്റ്റത്തിന് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ട്രാക്ക് ചെയ്യാന്നുള്ളതാണ്. പലർക്കും അറിയാം, നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, അക്കൗണ്ട് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ പലരുടെ ക്വസ്റ്റ്യൻ എങ്ങനെ അക്കൗണ്ട് ചെയ്യാം, ഇത് എത്രമാത്രം ബുദ്ധിമുട്ടാണ്. കാരണം ഏറ്റവും വലിയ കൺസേൺ അക്കൗണ്ടന്റിനെ അപ്പോയിന്റ് ചെയ്യാനുള്ളൊരു കോസ്റ്റ് ഡെഫിനറ്റ്ലി ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യും. സോ ഓപ്പറേറ്റിംഗ് ബിസിനസ് ആകുമ്പോൾ മണി കമ്മിങ് ഡിഫറെന്റ് ടൈം, ഡിഫറെന്റ് അപ്പ് ആൻഡ് ഡൗൺസ് കം. സോ നമ്മളെപ്പോഴും ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറക്കാൻ ശ്രമിക്കും. സോ അക്കൗണ്ടന്റിന് ഒരു കോസ്റ്റ് എടുക്കാൻ പറ്റുമോ, സോ കുറച്ചും കൂടി ക്യാഷ് ആവട്ടെ, കുറച്ചും കൂടി ഒരു സൈസ് ആവട്ടെ എന്നിട്ട് അക്കൗണ്ട് എടുക്കാന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതാണ് എന്നോട്. സോ വാട്ട് ഈസ് ഇവിടെയാണ് നമ്മൾ സോഹോ ബുക്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ദർസ് നോ മാർക്കറ്റിൽ ഐ ഡോണ്ട് നോ ദർസ് അനദർ ആപ്ലിക്കേഷൻ, the UI of the application ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. യു ക്യാൻ ചെക്ക് ദ മാർക്കറ്റ്. അത്രക്കും നമുക്ക് സെൽഫായിട്ട് അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നതും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് അക്കൗണ്ടിങ് സിസ്റ്റം. സോ അപ്പോൾ നമ്മൾ ഇത്രയും കാര്യം മനസ്സിലാക്കി. സോ ഹൗ ടു അക്കൗണ്ട് ഒരു ഓവർവ്യൂക്ക് വേണ്ടിയിട്ട് വിൽ ഗോ ത്രൂ എ ഡെമോ. ഓക്കെ, അതിൽ ഏതൊക്കെ മേഖലയാണ്, സോ ബേസിക് ആയിട്ട് നിങ്ങൾ ഓപ്പറേഷൻസ് എങ്ങനെ ഇതിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ റിയലൈസ് ദാറ്റ് ഇസ് യു ക്യാൻ സെൽഫ് മാനേജ് ഇറ്റ്. ഇപ്പം നിങ്ങൾ ട്രാൻസാക്ഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ റിയലൈസ് ദാറ്റ് യു ക്യാൻ check, you can analyze the data with self, because without depending on any accountant person or something like that. So just go through the demo. Okay, so I'm over to Tensia for the demo. Thank you, Rishad. അപ്പം ഞാനൊന്ന് ഒരു ഓവർവ്യൂ തരാം സോഹോ ബുക്സിനെ കുറിച്ചിട്ട്. റിഷാദ് അക്കൗണ്ടബിലിറ്റി നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, അതേപോലെ അക്കൗണ്ടിങ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ യൂഷ്വലി എല്ലാവരും ടാലി അല്ലെങ്കിൽ എക്സൽ ഒക്കെയാണ് ഇനീഷ്യൽ സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്കൊരു പ്രോപ്പർ അക്കൗണ്ടന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ഫങ്ഷൻ തന്നെ അവിടെ മൊത്തത്തില് ഡിസ്ട്രാക്ട് ആയി പോവാ. പിന്നീട് നമ്മൾ ബിസിനസ് ഒക്കെ ഒന്ന് ഗ്രോത്ത് ആയി വന്ന് GST ഒക്കെ രജിസ്റ്റർ ചെയ്ത്, അതായത് നമ്മൾ ടാക്സിലേക്കൊക്കെ ആവുന്ന ടാക്സ് കംപ്ലൈൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ടൈമിലാവും നമ്മൾ ഇനീഷ്യലി ഇത് ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ചെയ്ത ഫ്ലോ അത്രയും തെറ്റായിരുന്നു, ഇനി ഫസ്റ്റ് മുതൽ അത് ക്രിയേറ്റ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരണം എന്ന് അങ്ങനെ കുറെ ഞങ്ങൾ ക്ലയൻസ് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഇനീഷ്യലി ഇങ്ങനെ ഒരു സോഹോ ബുക്സ് പോലെ ഒരു നല്ലൊരു സോഫ്റ്റ്വെയർ നമ്മൾ ബിൽഡപ്പ് ചെയ്തിട്ട് അതിലൂടെ പ്രോസസ് വർക്ക് ഫ്ലോ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതാവും ഒന്നും കൂടെ നമ്മളെ ബിസിനസ് മാനേജ് ചെയ്യാനും റൺ ചെയ്യാനും ഭയങ്കര ഈസിലി അവൈലബിൾ ആയിട്ട് ഈസി ആക്കാൻ പറ്റും.
സോ നമുക്ക് സോഹോ ബുക്സിലേക്ക് പോവാം. സോഹോ ബുക്സ് എന്ന് പറയുന്നത് നമ്മളൊരു ഓൺലൈൻ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. അപ്പം ഇപ്പം നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് സർവീസ് സെക്ടേഴ്സിനാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാന്നുള്ളത് ഞാനൊന്ന് ഡെമോ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഒരു യൂസർ നെയിമും പാസ്വേഡ് ഉണ്ടാവും. നമ്മളെ മെയിൽ ഐ ഡി വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം അതിന്റെ ഒരു യൂസ് എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് എന്താ പറയാ ബിസിനസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ബിസിനസ് കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്, എക്സ്പെൻസ് എവിടേക്ക് കൂടുന്നത്, ഏതൊക്കെ ഏരിയാസിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സോഹോ ബുക്സിൽ മൊബൈൽ ആപ്ലിക്കേഷനും കൂടെ ഉള്ളത് കൊണ്ട് ഒന്നും കൂടെ പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ലോഗിൻ ചെയ്ത് കഴിഞ്ഞാല് ഫസ്റ്റിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്നത് ഡാഷ്ബോർഡിലാണ്. ഡാഷ്ബോർഡിൽ തന്നെ ഫസ്റ്റ് നമുക്ക് കാണാം ടോട്ടൽ റിസീവബിൾ എത്ര, നമുക്ക് എത്ര എമൗണ്ട് ആണ് ഇനി കിട്ടാനുള്ളത്, അതേപോലെ ടോട്ടൽ പേബിൾ നമ്മൾ എത്ര ആണ് കൊടുക്കാനുള്ളത്, അതേപോലെ നമ്മൾ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ടോട്ടൽ ക്യാഷ് ഇൻ എത്രയായി, ഔട്ട് എത്രയായി, നമ്മൾ ബാലൻസ് എത്ര ക്യാഷ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് സിംഗിൾ സ്ട്രെച്ചില് ഫസ്റ്റില് അവൈലബിൾ ആവും. അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻസിന്റെ ഒരു പിക്ടോറിയൽ ഗ്രാഫ് അവിടെ ലിസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഓരോ മന്തിലും ഏതാണ് ഹൈ, ഇൻകാണോ ഹൈ, എക്സ്പെൻസ് ആണോ ഹൈ, അതുപോലെ ടോപ്പ് എക്സ്പെൻസസ് ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റ് ചെയ്യും. ഇനിയിപ്പോ ഈ എക്സ്പെൻസസിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതേപോലെ നമ്മൾക്ക് പ്രോഫിറ്റ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും ഡിസിഷൻസും ഒക്കെ നമുക്ക് പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ബിസിനസ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ള കറക്റ്റ് നമുക്ക് ഈ ഡാഷ്ബോർഡിൽ തന്നെ വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിലുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം ബിസിനസിന്റെ മെയിൻ കാര്യങ്ങൾ, ഇപ്പൊ നമ്മളെ മെയിൻ ഇതെന്ന് വെച്ചാല് മേ ബി ഇപ്പം ഡെബിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് ഡെബിറ്റ് ഉള്ളത് ക്രെഡിറ്റ് ഇട്ടാൽ തന്നെ അവിടെ കംപ്ലീറ്റ് ഡാറ്റ മിസ്മാച്ച് ആയി. അങ്ങനെ ഒരു മാനുവൽ എററിനെ മാക്സിമം റെഡ്യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് സോഹോ ബുക്സിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഫസ്റ്റിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺസ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ക്രിയേറ്റ് ചെയ്തിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പിന്നെ ടാക്സ് GST രജിസ്റ്റേർഡ് ആണെങ്കിൽ അത് ടാക്സബിൾ ആണോ, ഔട്ട് ഓഫ് സ്കോപ്പ് ആണോ, കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ ഇവിടെ നമുക്ക് പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പ്രൈസ് നിങ്ങളുടെ ഫിക്സഡ് അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 0 കൊടുത്തിട്ട് നമുക്ക് ടാക്സ് പെർസെന്റേജ് എത്ര എന്നുള്ളത് സെറ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിയും. വൺസ് നമ്മൾ ഇവിടെ ഈ ഒരു ഐറ്റം മൊഡ്യൂളിൽ വന്ന് നോക്കിയാൽ ഈ ഒരു സർവീസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതായത് അതിന്റെ SAC എന്താണ്, ടാക്സ് പെർസെന്റേജ് എത്രയാണ്, അതേപോലെ ഏത് അക്കൗണ്ടിലേക്കാണ് നമ്മൾ മാപ്പ് ചെയ്യുന്നത്, ഈ സർവീസിന് അഗെയിൻസ്റ്റ് നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സർവീസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻവോയ്സ് ലിസ്റ്റ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഒരു ബിസിനസ് വർക്ക് ഫ്ലോ സ്ട്രീംലൈൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കസ്റ്റമറിന് കൊട്ടേഷൻ സെൻഡ് ചെയ്യും. കൊട്ടേഷന് അവരെ ആക്സെപ്റ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ക്രിയേറ്റ് ചെയ്യാം. ഓർഡറിന് അഗെയിൻസ്റ്റ് നമുക്ക് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെല്ലാം നമ്മളെ ഈ സെയിൽസും സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് സെയിൽസ് മൊഡ്യൂളിന്റെ അണ്ടറിലാണ്. അപ്പൊ നമുക്കൊരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഞങ്ങൾ മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കസ്റ്റമറിന്റെ മൊബൈൽ ഡാറ്റ, മെയിൽ ID, അതേപോലെ ബാക്കി അഡ്രസ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് GST ഉണ്ടെങ്കിൽ GST രജിസ്റ്റേർഡ് ആണെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ബില്ലിംഗ് അഡ്രസ്, ഷിപ്പിംഗ് അഡ്രസ്, ബാക്കി കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യും. അതേപോലെ അവര് നമുക്ക് എത്ര എമൗണ്ട് ആണ് തരാനുള്ളത്, ഇനിയിപ്പോ അവർക്ക് എന്തെങ്കിലും ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇവിടെ ലിസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഒരു കസ്റ്റമറിന് എടുത്താൽ തന്നെ അവരെ ഒരു ഓവർവ്യൂ പിക്ചർ നമുക്ക് ഇവിടുന്ന് കിട്ടും. അതേപോലെ ഈ കസ്റ്റമറിന് അഗെയിൻസ്റ്റ് ഇപ്പൊ നമ്മൾ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് പേയ്മെന്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കസ്റ്റമറിന് അഗെയിൻസ്റ്റ് ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ട്രാൻസാക്ഷനിൽ ലിസ്റ്റ് ആവും. അപ്പൊ ഓരോ കസ്റ്റമറിന് അഗെയിൻസ്റ്റ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും എക്സ്പെൻസ് മാപ്പ് ചെയ്ത് നമ്മളെ ബിസിനസ്സിന് കസ്റ്റമറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും എക്സ്പെൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെ നമുക്ക് ഇവിടെ ലിസ്റ്റബിൾ ആണ്. അപ്പൊ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു കസ്റ്റമറിന് നമ്മൾ എത്രത്തോളം ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, നമ്മൾക്ക് എത്ര എമൗണ്ട് തരാനുള്ള, അതേപോലെ അവരെ സ്റ്റേറ്റ്മെന്റ്സ്, അങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ നമുക്ക് കസ്റ്റമറിനെ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കോട്ട് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് അത് കറക്റ്റ് മെയിൽ ചെയ്യാൻ പറ്റും.
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് ലിസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മൾ എങ്ങനെയാണ് സെയിൽ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ചെക്ക് ചെയ്യാം. ക്രിയേറ്റ് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സും ഈ കസ്റ്റമർ ലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതിന് ഏതാണ് എന്നുള്ള പെർട്ടിക്കുലർ കസ്റ്റമറിനെ ചൂസ് ചെയ്യാം. കസ്റ്റമറിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിനനുസരിച്ച് അവരെ ടാക്സും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ആവും. എന്നിട്ട് നമ്മൾ ഏതാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള ആ സർവീസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അങ്ങനെ കൊടുത്ത് നമ്മൾ ഈ ഒരു ഇപ്പൊ GST-യിലുള്ള ഫാക്ടർ ആണല്ലോ HNSN അല്ലെങ്കിൽ SAC. സർവീസ് കേസിലാവുമ്പോൾ SAC അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അത് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറിനെ നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, കസ്റ്റമറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻവോയ്സ് സെൻഡ് ചെയ്യാൻ പറ്റും. അവരെ മെയിൽ ID ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മെയിൽ IDയിലേക്ക് ഈ ഒരു കൊട്ടേഷൻ ഫോർമാറ്റ് അവർക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് കസ്റ്റമറിന് 2 ഓപ്ഷൻ ഉണ്ട്, either to accept or reject. അപ്പം കസ്റ്റമർ ഇത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഓർഡർ ആക്കിയിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനി നമ്മൾ സെയിൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യാണ്ട് ഡയറക്റ്റ് ഇൻവോയ്സ് ആണ് ജനറേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇൻവോയ്സ് ആയിട്ടും ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെയിൽ ഓർഡർ നമുക്ക് ആ കറക്റ്റ് ട്രാക്കിൽ തന്നെ പോവാം. കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്, ലിസ്റ്റ് ചെയ്യും. പിന്നെ അതേപോലെ ഇവിടെ സ്റ്റാറ്റസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. കൊട്ടേഷന് അവര് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഇവിടെ കാണാം ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടോ. ഈ കൊട്ടേഷനെ നമ്മൾ കൺവേർട്ട് ഓർഡർ ആയിട്ട് അല്ലെങ്കിൽ ഇൻവോയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻവോയ്സ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി അതല്ല ജസ്റ്റ് സെൻഡ് മാത്രമാണ്, അതായത് നമ്മൾ കസ്റ്റമറിനെ മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സെൻഡ് എന്നുള്ള ഓപ്ഷൻ ആവും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇത്രയും സ്റ്റാറ്റസിൽ തന്നെ അതിന്റെ ഒരു കറക്റ്റ് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓർഡർ കൺവേർട്ട് ചെയ്യുക. സെയിൽ ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് ഒരു എവിഡൻസ് പോലെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ക്രിയേറ്റ് ചെയ്യലും. അപ്പൊ ഓർഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ കൊട്ടേഷനിലുള്ള കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ കറക്റ്റ് കാര്യങ്ങൾ ഡീഫോൾട്ട് ആയിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇതിനെ നമുക്ക് സേവ് ചെയ്തിട്ട് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു സെയിൽ ഓർഡർ സൈക്കിളിനെ നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഡയറക്റ്റ് ഇൻവോയ്സ് ആക്കാനും പറ്റും. ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ സെയിൽ ഓർഡർ കൺഫേം ആണോ, ഇനിയിപ്പോ ഈ സെയിൽ ഓർഡറിന് അഗേൻസ്റ്റ് നമ്മൾ ഇൻവോയ്സ് ചെയ്താൽ അത് ക്ലോസ്ഡ് ആവും. ഇനിയിപ്പോ ഇത് കൺഫേം ആണോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളാണ് നെക്സ്റ്റ് ഉള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഡയറക്റ്റ് ഇൻവോയ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഒക്കെ സോഹോ ബുക്സ് നോക്കുന്ന എന്താന്ന് വെച്ചാൽ മാക്സിമം ഇതിനെ എന്താക്കുക, നമ്മളെ ഡാറ്റ എൻട്രി റീ എൻട്രി മാക്സിമം കുറച്ചിട്ട് നമ്മളെ ടൈമും എഫേർട്ടും അവിടെ കുറയ്ക്കുക ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളിവിടെ ഇൻവോയ്സ് ഓട്ടോമാറ്റിക്കലി അത് ജനറേറ്റ് ആയിട്ടുണ്ട്. ഈ ഇൻവോയ്സ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ അത് ഡ്രാഫ്റ്റിലാണ് സേവ് ആവുക. വൺസ് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻവോയ്സിനെ കൺഫേം ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഇൻവോയ്സ് ഇതാണ് അവരെ PDF ഉണ്ടാവുക. ഈ ഒരു ഇൻവോയ്സിനെ നമുക്ക് കസ്റ്റമറിന് മെയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം. ഇപ്പൊ കസ്റ്റമറിന്റെ അടുത്തുനിന്ന് ഇപ്പൊ നമുക്ക് പാർഷ്യലി ആണ് റിസീവ് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മളെ പേയ്മെന്റ് മോഡ് ക്യാഷ് ആണോ, ബാങ്ക് ആണോ, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണോ, ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണോ, അങ്ങനെയുള്ള വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് പേയ്മെന്റ് മോഡ് കാണിച്ചിട്ട് ഈ പേയ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഒരു ഇൻവോയ്സിന് പേയ്മെന്റ് റെക്കോർഡ് ചെയ്തത് ഇവിടെ പേയ്മെന്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞതിന്റെ അണ്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എത്ര എമൗണ്ട് ഏത് ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് ആണെന്നുള്ള ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഏത് ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് ആണ്, എത്ര എമൗണ്ട് ആണ് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ നമ്മൾ സെയിലിന്റെ കാര്യം ഡിസ്കസ് ചെയ്ത പോലെ, അതായത് നമ്മൾക്ക് ടോട്ടൽ കസ്റ്റമർ എത്രയാണ്, കസ്റ്റമറിന് അഗെയിൻസ്റ്റ് നമ്മൾ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത പോലെ നെക്സ്റ്റ് നമുക്കുള്ളത് പെർച്ചേസ് ആണ്. അതായത് നമുക്കൊരു ഇൻകം സൈഡ് മാത്രമല്ല എക്സ്പെൻസ് സൈഡും കൂടെ ഉണ്ട്. അപ്പൊ ആ എക്സ്പെൻസ് സൈഡ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. കസ്റ്റമറിന് ക്രിയേറ്റ് ചെയ്ത പോലെ നമ്മൾ എല്ലാ പേയബിൾസിനെയും വെൻഡേഴ്സിനെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവര് GST നമ്പർ ഉണ്ടെങ്കിൽ GST രജിസ്റ്റേർഡ് ആണോ, എങ്ങനെയാണ് GST ടിന്നൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ പുറത്ത് UAE ഒക്കെ ആണെങ്കിൽ VAT ബേസ്ഡ് ആയിട്ടുള്ളത്, അങ്ങനെ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് അവിടെയും ഇവിടെ നമ്മളിങ്ങനെ വെൻഡേഴ്സിനെ പോലെ
കസ്റ്റമേഴ്സിലുള്ള പോലെ വെൻഡറിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അവർക്ക് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ, അതേപോലെ നമ്മൾ എത്രയാണ് അവർക്ക് ഇനി പേയ്മെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഓവർവ്യൂ തന്നെ അത് ലിസ്റ്റ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു വെൻഡറിന് അഗെയിൻസ്റ്റ് നമ്മൾ എന്തെങ്കിലും ബില്ല് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സ്പെൻസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഇവിടെ അത് ലിസ്റ്റ് ചെയ്യും. അപ്പൊ ഈസിലി അക്സസിബിൾ ആണ്. ഇപ്പൊ നമുക്ക് ഒരു പെർട്ടിക്കുലർ വെൻഡറിന് നമ്മൾ എത്ര കൊടുത്തു, അല്ലെങ്കിൽ എത്ര ബില്ല് നമ്മൾ അവർക്ക് അഗെയിൻസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എത്ര ബില്ല് അവർ തന്നിട്ടുണ്ട് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ജസ്റ്റ് ഈ വെൻഡർ എടുത്താൽ തന്നെ നമുക്ക് ഈസിലി അക്സസിബിൾ ആണ്. അതേപോലെ അവരുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടും. നമ്മൾ ഇനി ഫൈനലി അവർക്ക് എത്ര ആണ് കൊടുക്കാനുള്ള എന്നുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബില്ല് ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം ഇവിടെയൊക്കെ നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ഇത് ഈസിലി അക്സസിബിൾ ആണ് എന്നാണ്. ഇപ്പം നമുക്ക് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെൻഡേഴ്സ് ഏതാന്ന് ചൂസ് ചെയ്യുന്നു, നമുക്ക് എത്രയാണ് എക്സ്പെൻസ് വന്നിട്ടുള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യാണ്, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും സർവീസിനെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഐറ്റം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സർവീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റം ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ റേറ്റ് ഇട്ടിട്ട് ഇത് എന്ത് ചെയ്യാം, മാനുവലി ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിന് അഗെയിൻസ്റ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്ത ബില്ലിന് അഗെയിൻസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ബില്ല് ക്രിയേറ്റ് ചെയ്ത് ബില്ലിന് അഗെയിൻസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതും സെയിം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റിസീവ് ചെയ്യുന്ന പോലെ നമ്മൾ എത്രയാണോ കൊടുക്കുന്ന ആ പേയ്മെന്റ് മോഡ്, ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്താന്നുള്ള പേയ്മെന്റ് മോഡ് ചൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് പേയ്മെന്റ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പെറ്റി ക്യാഷ് എന്ന എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഉണ്ടാവും, ഫ്യൂവൽ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെൻസിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഇപ്പം 2500 ക്യാഷ് ആയിട്ടാണോ ബാങ്ക് ആയിട്ടാണോ നമ്മൾ പേ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. അതേപോലെ വെൻഡർ ഉണ്ടെങ്കിൽ GST ട്രീറ്റ്മെന്റ് എന്താണ് കാര്യങ്ങൾ കൊടുത്ത് നമുക്ക് എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ എല്ലാ എക്സ്പെൻസും ബില്ലും അതേപോലെ സെയിൽസിൽ ഇൻവോയ്സും കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പം ഇതിന്റെ ജേർണൽ എൻട്രീസ് ഡീഫോൾട്ട് ആയിട്ട് ബാക്ക് എൻഡിൽ ആഡ് ആവും. ജേർണൽ എൻട്രീസ് ഇവിടെ ലിസ്റ്റ് ആവും. ഇതിനനുസരിച്ച് റിപ്പോർട്ട്സിലേക്ക് അത് റിഫ്ലക്ട് ആവും. ഇപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയ P&L ബാലൻസ് ഷീറ്റിലേക്കൊക്കെ അത് കറക്റ്റ് പോസ്റ്റ് ആവും. അപ്പം നമുക്ക് അവിടെ മാനുവൽ എറർ വരൂല. ഡെബിറ്റ് മാറുക, ക്രെഡിറ്റ് മാറുക, അല്ലെങ്കിൽ ജേർണൽ എൻട്രി ഇടാൻ അറിയാത്ത ഇഷ്യൂസ്, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇവിടെ വരുന്നില്ല. അപ്പം ഇത്ര കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള നമ്മൾ സെയിൽ റെക്കോർഡ് ചെയ്യുന്ന, പർച്ചേസ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നേരത്തെ റിഷാദ് മെൻഷൻ ചെയ്ത പോലെ സർവീസ് സെക്ടർ ആകുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് പ്രൊജക്ട് വൈസ് ആണ് ഉണ്ടാവുക. ഓരോ പ്രൊജക്റ്റിലും നമുക്ക് ഈ സോഹോ ബുക്സ് വെച്ചിട്ട് ഓരോ പ്രൊജക്റ്റിനെ നമുക്ക് ഏതൊക്കെയാ പ്രൊജക്റ്റാ വരുന്നത്, ഈ പ്രൊജക്റ്റിന് അഗെയിൻസ്റ്റ് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും, എക്സ്പെൻസ് സെറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ ഇൻകം എത്ര വന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ട്രാവൽ ബേസ്ഡ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി സമ്മറി അവിടെ ലിസ്റ്റ് ചെയ്യും. ഈ പ്രൊജക്ടിന്റെ ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാ ബില്ല് ചെയ്യുന്നത് എന്നുള്ളത് ലിസ്റ്റ് ചെയ്യും. അതായത് ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് നമുക്ക് ബില്ല് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാഫിന്റെ ടാസ്ക് വെച്ചിട്ട് ടൈം വെച്ചിട്ടൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ലോഗിൻ അതേപോലെ ലോഗൗട്ട് ആയിട്ട് അങ്ങനെ ഹവേഴ്സ് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു പ്രൊജക്റ്റില് നമുക്ക് വന്നിട്ടുള്ള പെർച്ചേസസും സെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പം ഞാൻ അങ്ങനെ മാപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. പെർച്ചേസ് എത്രയാണ്, സെയിൽ എത്രയാണ്, ഇനിയിപ്പം അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി അതല്ല ഈ പ്രൊജക്റ്റില് നമുക്കൊരു എമൗണ്ട്, ഒരു ഇൻവോയ്സ് റിസീവ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രൊജക്ട് എടുത്തിട്ട് ഡയറക്റ്റ് ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇൻവോയ്സ് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ആ കസ്റ്റമറിന് വേണ്ടിയിട്ട് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാവുമ്പോൾ നമ്മൾ ഏത് കസ്റ്റമറിന് എങ്ങനെയാന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും വറീഡ് ആവണ്ട. ജസ്റ്റ് ആ പ്രൊജക്ട് ഏതാണ്, ആ പ്രൊജക്ട് നമ്മൾ കറക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് ഈസിലി റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് മാനുവലി, ഇതിന്റെ എല്ലാം ബാക്ക് എൻഡ്സിൽ ജേർണൽ എൻട്രീസ് ഓട്ടോമാറ്റിക്കലി ബിൽഡായി വരുന്നുണ്ട്.
ഇനി അതല്ല, ചില കേസസിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡ്യൂ എൻട്രീസ് ഉണ്ടാവും. സാലറി ഡ്യൂ ആവുന്ന ഈ മന്തിൽ കൊടുക്കുന്ന സാലറി നമ്മൾ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ് നെക്സ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് കൊടുക്കുന്നത്. അതേപോലെ റെന്റ് കൊടുക്കാനുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ജേർണൽ എൻട്രി മാനുവലി ആഡ് ചെയ്യുന്ന കേസസ് ഉണ്ടാവും. അങ്ങനത്തെ കേസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. മാനുവൽ ജേർണലിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് നമ്മളെ ഇപ്പൊ ടാലിയിൽ പറയുകയാണെങ്കിൽ നറേഷൻ, അതേപോലെ തന്നെ നമുക്ക് നോട്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഡെബിറ്റിൽ എത്രയാണ്, ക്രെഡിറ്റിൽ എത്രയാണ് എന്നുള്ള ഇവിടുന്ന് നമുക്ക് ലെഡ്ജസ്, ടാലിയിൽ നേരത്തെ പറഞ്ഞ പോലെ ലെഡ്ജസ് നമ്മൾ മെൻഷൻ ചെയ്യുന്ന പോലെ ഒന്നും കൂടെ അത് അക്കൗണ്ടൻസിന് ഈസിലി മനസ്സിലാവുന്ന ടേംസ് ആണ്. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയ ടേംസ് ആണ് ലെഡ്ജസ്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത് കേട്ടോ. സോ ഇതിലെ അക്കൗണ്ട്സ്, നമ്മൾ ഓരോ അക്കൗണ്ട്സും ഏതാണ് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്തിട്ട് ഇവിടെ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എമൗണ്ട് പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യാം. ഓക്കെ, സാലറീസിൽ കൊടുത്ത് ഇങ്ങനെ ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്താല് ഈ കാര്യങ്ങളും റിപ്പോർട്ട്സിലേക്ക് റിഫ്ലക്ട് ചെയ്യും. അപ്പം ഇത്ര കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള. പിന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബാങ്കിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇതില് ക്യാഷ് ബാലൻസസ് ഉണ്ട്. അതേപോലെ ഇപ്പൊ നമുക്ക് സെയിലിന് അഗെയിൻസ്റ്റ് എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബില്ലിന് അഗെയിൻസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, എമൗണ്ട് പേ ചെയ്യുമ്പോൾ ക്യാഷിന് അഗെയിൻസ്റ്റ് ആയിട്ടും ബാങ്കിന് അഗെയിൻസ്റ്റ് ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബാങ്കിങ് എന്ന് പറഞ്ഞതിന്റെ അണ്ടറിൽ ഈസിലി അവൈലബിൾ ആണ്. സോ നമുക്ക് ഇവിടെ ഇപ്പം ഫെഡറൽ അക്കൗണ്ട്, ഈ ഒരു ഫെഡറൽ ബാങ്കിൽ എത്ര ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ സോഹോ ബുക്സിൽ എത്ര ബാലൻസ് ഉണ്ട്, ക്യാഷിന് അഗെയിൻസ്റ്റ് എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ളത് ലിസ്റ്റ് ചെയ്യും. അതുപോലെ ഈ ബാങ്കില് സോഹോ ബുക്സിലെ ബാങ്ക് ലിസ്റ്റ് ചെയ്യുന്ന കുറച്ച് ബാങ്ക്സ് ഉണ്ട്. SBI, യെസ് ബാങ്ക്, കോഡക്, HSBC, ICICI, അങ്ങനത്തെ കുറച്ച് ബാങ്ക്സ് ഉണ്ട്. ഈ ബാങ്ക്സിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ലിസ്റ്റ് ചെയ്തത് ആഡ് ചെയ്യുമ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓട്ടോ ലോഡ് ആവും ബാങ്കിങ്ങിലേക്ക്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി നമ്മൾ റീകൺസിലർ, ഒരുവിധം അക്കൗണ്ടന്റിന്റെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ, അല്ലെങ്കിൽ ഒരു പേടി സ്വപ്നം തന്നെ പറയാൻ പറ്റും നമ്മളെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. കാരണം ബാങ്ക് റീകൺസിലേഷനും നമ്മളെ ബുക്സും കൂടെ ടാലി ചെയ്യാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില ട്രാൻസാക്ഷൻസ് ബുക്സിൽ വന്നിട്ടുണ്ടാവും, അതായത് നമ്മളെ ലെഡ്ജസിൽ വന്നിട്ടുണ്ടാവും, ചിലത് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ മിസ്മാച്ചസ് വരും. അപ്പൊ ഇതൊക്കെ റീകൺസിലേറ്റ് എടുക്കാൻ ഭയങ്കര കൺഫ്യൂഷൻ ആവും. നമുക്ക് ഇതൊക്കെ ഈസിലി അക്സസബിൾ ആണ്. ഇനി ഇപ്പം ഇതില് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഫെച്ച് ആവും, ലോഡ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ മാച്ച് ചെയ്ത് പോവാം. ഇതിനെ ഓരോന്നിനെ എടുത്തിട്ട് എന്ത് ചെയ്യാം, സോഹോ ബുക്സിൽ ഉള്ളതാണെങ്കിൽ മാച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മാനുവലി എൻട്രി ഇടാൻ പറ്റും. അപ്പൊ ഇവിടെ ഒന്നും നമ്മൾ ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യേണ്ട. ജസ്റ്റ് നേരത്തെ കാണിച്ച പോലെ എക്സ്പെൻസ് ഏതാണ്, അല്ലെങ്കിൽ എന്താ അതിന്റെ ഇൻവോയ്സ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആഡ് ചെയ്ത് പോവാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പം ഈ ലിസ്റ്റ് ചെയ്ത്, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ലിസ്റ്റ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ, അക്കൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ, ബാങ്ക് അക്കൗണ്ട്സ് ആണെങ്കിൽ നമുക്ക് അത് മാനുവലി ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ കറക്റ്റ് നമുക്കൊരു ട്രാക്ക് കിട്ടും, നമ്മളെ ബാങ്ക് ബാലൻസ് എത്രയാണ്, ബാങ്കിൽ എത്ര വന്നു. അതേപോലെ റീകൺസിലേഷൻ ഒന്നും കൂടെ സ്മൂത്ത് ആക്കും. ഓക്കെ, ഇനി ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ സെയിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കി, പർച്ചേസ് എക്സ്പെൻസ് ആഡ് ചെയ്യുന്നത്, മാനുവലി എങ്ങനെ ജേർണൽ എൻട്രി ഇടാൻ നോക്കി. ഇതിന്റെ എല്ലാ റിപ്പോർട്ട്സും റിഫ്ലക്ട് ചെയ്യുന്നത് റിപ്പോർട്ട്സിലാണ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ബിസിനസ് ഓവർവ്യൂ റിപ്പോർട്ടാണ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എത്ര വരുന്നു, അതേപോലെ ബാലൻസ് ഷീറ്റിൽ എത്ര വരുന്നു, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എത്രയാണ്, അതൊക്കെ കറക്റ്റ് നമ്മൾ അതിനെ കുറിച്ചൊന്നും പറയേണ്ട. ഇതില് കംപ്ലീറ്റ് ലിസ്റ്റ് ചെയ്യും. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് തരും. ഇപ്പം നമ്മളെ സെയിൽസ് ഓരോ കാറ്റഗറി വൈസ് എങ്ങനെയാണ് സെയിൽ, ഓരോ ഇൻകത്തിന് അഗെയിൻസ്റ്റ് നമുക്ക് എങ്ങനെയാണ് സെയിൽ വന്നത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. അതേപോലെ റിസീവബിൾസിൽ നോക്കുകയാണെങ്കിൽ ഇൻവോയ്സിന് അഗെയിൻസ്റ്റ്, നമ്മളെ കസ്റ്റമറിന് അഗെയിൻസ്റ്റ്, പിന്നെ AR ഏജിംഗ് റിപ്പോർട്ട്, അതായത് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ്, ഏജിംഗ് റിപ്പോർട്ട്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് നമുക്ക് ഡീറ്റെയിൽ വേർഷൻ ആയിട്ട് തന്നെ റിപ്പോർട്ട്സ് അവൈലബിൾ ആണ്.
ഇനിയിപ്പോ ഈ റിപ്പോർട്ട്സ് എല്ലാം നമുക്ക് ഏതർ PDF അല്ലെങ്കിൽ എക്സൽ ആയിട്ടോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ടാക്സ് ഉള്ള കേസസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് JSON ഫയൽ വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബുക്സിലേക്ക് പുഷ് ചെയ്ത് GST സൈറ്റിലേക്ക് പുഷ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയൽ ചെയ്യാൻ പറ്റും. അപ്പം ഒന്നും കൂടെ നമ്മളെ അക്കൗണ്ടൻസിന്റെ ടാസ്കും അതേപോലെ മാനുവലി വരുന്ന എറേഴ്സ് ഒക്കെ മോൾഡ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ റിയൽ ടൈം പ്രോഫിറ്റിലേക്ക് നമുക്ക് ഈസിലി സോഹോ ബുക്സ് വെച്ചിട്ട് എത്തിക്കാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് ഇപ്പം P&L നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്ത പോലെ പ്രൊജക്ട് വൈസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രം റിപ്പോർട്ട് ഫെച്ച് ചെയ്യാൻ പറ്റും. ഒരു പ്രൊജക്റ്റില് പെർട്ടിക്കുലർ ടൈമിൽ എത്ര പ്രോഫിറ്റ് എനിക്ക് വന്നു, ഈ ഇയറിൽ എത്ര വന്നു, അതേപോലെ ഇന്നത്തെ മാത്രം, അങ്ങനെ നമുക്ക് പല ഡേറ്റ് റേഞ്ചിൽ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മളെ മെയിൻ മാനേജേഴ്സിന് CEOസിനൊക്കെ റിപ്പോർട്ട്സ് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അതായത് അവർക്ക് ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രീക്വൻസിയിൽ ഇത് എങ്ങനെയൊക്കെയാണ് മെയിലായിട്ട് പോകേണ്ടത്, അത് എക്സൽ ആയിട്ട് അല്ലെങ്കിൽ PDF ആയിട്ട് അങ്ങനെ നമുക്ക് റെക്കറിങ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് സോഹോ ബുക്സിന്റെ ഓവറോൾ പിക്ചേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇത് ഇപ്പം ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ നമ്മൾ സോഹോ ബുക്സിലുള്ള കുറച്ച് എൻഹാൻസ്മെന്റ് ആണ് നമ്മൾ പേയ്മെന്റ് ഇന്റഗ്രേഷൻ ഒക്കെ ഉള്ളത്. ബാങ്ക് ഇന്റഗ്രേഷനുള്ള പോലെ തന്നെ പേയ്മെന്റ്സ് ഗേറ്റ് വേസ് വെച്ചിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അവര് അവിടുന്ന് നമ്മൾ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവര് പേയ്മെന്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അതിന്റെ അക്കൗണ്ടിങ് പാർട്ട് വരെ ഇതിലേക്ക് ആഡ് ആയിട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇതില് ഇപ്പം ഫോർ എക്സാമ്പിൾ റെന്റ് എല്ലാ മന്തിലും വരുന്ന ഒരു എക്സ്പെൻസ് ആണ്. അതുപോലെ നമുക്ക് ഇൻവോയ്സ് ഇപ്പം എല്ലാ മന്തിലും ഒരു പെർട്ടിക്കുലർ കസ്റ്റമറിന്റെ അടുത്ത് നിന്ന് നമ്മൾ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റെക്കറിംഗ് ആയിട്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇൻവോയ്സസിന് റെക്കറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ ബിൽസിന് റെക്കറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ ഈ ഒരു എക്സ്പെൻസ് എല്ലാ മന്തിലും ജനറേറ്റ് ചെയ്ത് വരും. ഇനി അതേപോലെ തന്നെ നമ്മളെ ടാലിയിൽ ഒരു കോസ്റ്റ് സെന്റർ അപ്രോച്ച് ഉള്ള പോലെ റിപ്പോർട്ടിംഗ് ടാഗ്സ് ഉണ്ട്. ഈ റിപ്പോർട്ടിംഗ് ടാഗ് വെച്ചിട്ട് നമുക്ക് എല്ലായിടത്തും ഫിൽറ്റർ ഇടാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ നമ്മളെ ട്രാവൽ ഏജൻസിന്റെ കേസിലാണെങ്കിൽ ഫിക്സഡ് ഡിപ്പാച്ചേഴ്സ് ഉണ്ടാവും. മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സിന് ഒരു ഫിക്സഡ് ഡിപ്പാച്ചറിലേക്ക് അങ്ങനത്തെ പ്രൊജക്ട്സ് ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ അതിൽ എത്ര എക്സ്പെൻസ് വന്നു, ഇൻകം വന്നു എന്നുള്ളതൊക്കെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇതിനെ ഓരോ എക്സ്പെൻസ് നമ്മൾ വരുമ്പോഴും ഈ ഒരു പ്രൊജക്റ്റിനെ നമുക്ക് ടാഗ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അഗെയിൻസ്റ്റ് ഉള്ള പ്രോഫിറ്റബിലിറ്റി അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് സോഹോ ബുക്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിപ്പോർട്ട്സ് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഹായ് തൻസി. ഓക്കെ, സോ താങ്ക് യു. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, സോ അതൊന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, സോ I have a data, there 3 year and there's a single list of view, total income and expenses for 3 years. Yes, okay. 3 year ഡാറ്റ സിംഗിൾ ലിസ്റ്റ് ഓഫ് വ്യൂല് നമുക്ക് കറക്റ്റ് മനസ്സിലായില്ല. അത് P&L അത്രയും വലിയ ഡേറ്റ് റേഞ്ച് ഇടാൻ പറ്റുമെന്നാണോ അല്ല പാസ്റ്റ് ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണോ? ഓക്കെ, മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് നിഹാദിന് കണക്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ക്ലാരിറ്റി കുറവുണ്ട്. ഓക്കെ, ഡേറ്റ് റേഞ്ചിലാണെങ്കിൽ ചെറിയ ഡാറ്റ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അത് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, I could find the income and expense in the fiscal year previous year last 12 months and 6 months. ഒരു സ്പെസിഫിക് ഇഷ്യൂ ആണ്. I could find the income and expenses for this fiscal year, previous fiscal year last 12 months and 6 months. ഓക്കെ, ആ അക്കൗണ്ട്സ് ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം, എന്താണ് അങ്ങനെ വിസിബിലിറ്റി ഇല്ലാത്തതെന്നുള്ളത്. നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് അറ്റൻഡ് ചെയ്യാവുന്നതാണ് എന്താ ഇഷ്യൂ എന്നുള്ളത്. ഓക്കെ, നമ്മൾ ടീമിനൊന്ന് നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, വി ഫൈൻ. എക്സ്പ്ലെയിൻ ദ പേയ്മെന്റ് സെക്ഷൻ ഇൻ പർച്ചേസ് പാർട്ട്. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പേയ്മെന്റ് സെക്ഷന്. അതിന് മുമ്പ് വന്ന ക്വസ്റ്റ്യൻ എന്ന് തോന്നുന്നു. അതിൽ പർച്ചേസിലെ പേയ്മെന്റ് ജസ്റ്റ് ഡയറക്റ്റ് പേയ്മെന്റ് ഉണ്ട്. സിംഗിൾ പേയ്മെന്റ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ഇൻവോയ്സിൽ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ആ ഒരു കേസ് ഉണ്ട് TDS, അതെല്ലാം വർക്ക് ആവുന്നതാണ്. Another question, let's say I need to send a code for software project to client. I'd add details like overview, software features and scope payment. പിന്നെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്പെസിഫിക് ടെംപ്ലേറ്റ് ഉണ്ട്. ആ ടെംപ്ലേറ്റിലുള്ള
രീതിയിലാണ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുക. അതിൽ അറൗണ്ട് 24 കുറച്ച് റീറ്റെയിൽ ടെംപ്ലേറ്റ് ആണ്, ബാക്കിയുള്ള ടെംപ്ലേറ്റ്സിൽ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതലും നമ്മൾ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക പ്രപ്പോസൽ മോഡാണ്. A4 നമ്മൾ ഡിസൈൻ ചെയ്ത മോഡായിരിക്കും. അപ്പം ആ ഒരു എസ്തെറ്റിക്കിൽ നമുക്ക് ഇതിനെ ലിമിറ്റഡ് ആണ്. ആ ഒരു ഇതിലൊരു ബിൽ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, പക്ഷെ നമുക്കൊരു പ്രപ്പോസൽ മോഡിലോട്ട് നമ്മൾ A4 ഷീറ്റിലൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന മോഡിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. ഔട്ട് ഓഫ് സോഹോ ബുക്സ് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഇത് കൂടുതൽ യൂസ് ചെയ്യാം. പെർഫോമ ഇൻവോയ്സ് അങ്ങനത്തെ ഒരു ഇതിനും ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഷോർട്ട് സ്കോപ്പ് ഒക്കെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് റൈറ്റ് ഡൗൺ ചെയ്ത് പോകാൻ പറ്റും. ഷോർട്ട് സ്കോപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇച്ചിരി വൈഡ് സ്കോപ്പും കളർഫുൾ ആ രീതിയിലൊരു പ്രപ്പോസൽ മോഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലയൻസിനെ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. ഇതിലൂടെ HTML കോഡിംഗ് ഒക്കെ അത്ര സക്സസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഹൗ കാൽക്കുലേറ്റ് GST ഇൻ ഫിക്സഡ് അസറ്റ്? GST ഫിക്സഡ് അസറ്റ് അത് നമുക്ക് GST പർച്ചേസ് ബില്ല് എൻ്റർ ചെയ്യുമ്പം അതിന്റെ പർച്ചേസ് ബില്ല് നിങ്ങൾ എൻ്റർ ചെയ്താൽ മതി. സോ ഇറ്റ്സ് ഓൾറെഡി GST ആ ബില്ല് ഉണ്ടാവും. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആവശ്യമില്ല. സോ ആ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ പർച്ചേസ് ബില്ല് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ഈസി ആയിട്ട് പർച്ചേസ് ബില്ല് കാണിക്കാൻ പറ്റും. എത്ര എമൗണ്ട് GST ഓപ്ഷൻ ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ദിസ് നോ മച്ച് ഡിഫിക്കൽട്ടി. പിന്നെ അതിന്റെ ഫിക്സഡ് അസറ്റ് ആണെങ്കിലും അത് നോർമൽ പർച്ചേസ് ആണെങ്കിലും GST എമൗണ്ട് GST പേബിളിലോട്ട് ബുക്ക് ആയിക്കോളും. സോ ആ പർച്ചേസ് ബില്ല് ഡയറക്റ്റ് എൻ്റർ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിന് ഫിക്സഡ് അസറ്റിന് അതൊരു പെർട്ടിക്കുലർ ഫോർമാറ്റില്ല. നോർമൽ പർച്ചേസ്. ഓക്കെ, ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിന് പകരം അവിടെ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ചൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. Where is no different. So I'm not taking current account, so it will be helpful to know which bank support integrated with it. I'm not taking a current account. So S Bank, HSBC, S Bank ഒക്കെ currently ഉള്ളത്. So SBI, ICICI ആയിട്ടുള്ള SBI ആണ്. പക്ഷെ ICICI there's a one issue now. This currently blocked ആണ്. പക്ഷെ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഫെച്ച് ആവുന്ന ഫീച്ചർ HDFC ആണെങ്കിലും ICICI ആണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ്. സ്റ്റേറ്റ്മെന്റ്സ് ഫെച്ച് ആവുന്നത്. പക്ഷെ പാർട്ട്നേർഡ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞ HSBC, കോട്ടാക്ക്, S Bank, SBI ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെൻഡേഴ്സിന്റെ പേയ്മെന്റും സാലറി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അവിടെ ഇങ്ങനെ ഡയറക്റ്റ് ബാങ്കിന്റെ പോർട്ടലിലോട്ട് റീഡയറക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പേയ്മെന്റ് ചെയ്യുന്ന രീതിയിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. Is there an option for the inventory management? Definitely. പക്ഷെ നമ്മളിപ്പം ഈ ഒരു സെഷനിൽ എടുക്കുന്നില്ല. കാരണം നമ്മളിത് ഫോക്കസ് ചെയ്തിട്ടുള്ളത് സർവീസ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റ് സർവീസ് സെക്ടർ ആണ്. സോ കൂടുതൽ ഓഡിയൻസ് അതാണ്. സോ ഡെഫിനറ്റ്ലി can connect directly. We'll give a session. Can I have your contact WhatsApp setup? Definitely will connect you. Okay. How to calculate depreciation in fixed asset? ഫിക്സഡ് അസറ്റിന് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രീമിയം പ്ലാൻ എടുക്കുകയാണെങ്കിൽ there is a one module for depreciation calculation. അതിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻ തന്നെയാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ അതിന്റെ വീഡിയോ അവൈലബിൾ ആണ്. സോ ഡെഫിനറ്റ്ലി Safwan P will share our video how to handle the fixed asset depreciation. ഇപ്പൊ പ്രീമിയം പ്ലാൻ അല്ല, ചെറിയ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ there is a journal പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ അക്കൗണ്ടൻസ് ഉണ്ടെങ്കിലും you can easily post the journal. അപ്പൊ നിങ്ങൾ ഡിപ്രീസിയേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ പെർസെന്റേജ് ഏത് കാറ്റഗറിയാണ്, ഓഫീസ് എക്യുപ്മെന്റ്സ്, അതിൻ്റെതായ പെർസെന്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ എമൗണ്ട് ഉണ്ട്. സോ യു ക്യാൻ കൺസൾട്ട് CA. ആ ഒരു പ്രൈസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കറണ്ട് വാല്യൂല് നിങ്ങൾക്ക് ജേണൽ പോസ്റ്റ് ചെയ്താൽ മതി. നത്തിങ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഇസ് an expense account. സോ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഫിക്സഡ് അസറ്റ് ഏതാണോ ഫിക്സഡ് അസറ്റ് അതിലോട്ട് പോസ്റ്റ് ചെയ്താൽ മതി. So is the presentation was good? I have doubt. I received a bulk payment from the customer. How can I split the amount across the multiple invoice? Payment mode എന്ന് പറഞ്ഞാൽ ഒരു പേയ്മെന്റ് മോഡ് എന്ന് പറഞ്ഞാൽ ഒരു പേയ്മെന്റ് മോഡ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ബൾക്ക് എമൗണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന് താഴെ എമൗണ്ട് സ്പ്ലിറ്റ് ഇൻവോയ്സ് കാണിക്കും. അതിലോട്ട് ഓട്ടോമാറ്റിക് അലോക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെല്ലാം മാനുവലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലോക്കേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ. So one more question. Please explain ഈ ഒരു പേയ്മെന്റിന്റെ കേസിലൊക്കെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. Please explain the opening balance of transfer existing software to Zoho in following is credit balance in sundry debtors. Please explain the opening balance transfer from the existing software to Zoho Books credit balance. അത് നമുക്ക് നമ്മൾ ചെയ്യുന്നത് അതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മനസ്സിലാവത്തില്ല.
So you can Ramrev, you can directly contact. We will connect you, and we can show how it work. Okay. So if we can help you on that. Okay, this part we will transfer these amounts. It's easy actually, but നമുക്ക് അങ്ങനെ പറഞ്ഞിട്ടോ ഈസി ആയിട്ട് കാണിക്കാവുന്നതല്ല. So we'll connect directly and sort it out. Can I get generate side of trial balance? Yeah, double side of trial balance. I think the Zoho follows the single side trial balance. So definitely we'll recheck that and update. Okay. Mohammed Midlaj, and can generate a double column trial balance. Same question. So Zoho many cases. So in there മാത്രമാണ് ഈവൻ ബാലൻസ് ഷീറ്റും P&L ഡബിൾ സൈഡ് വരുന്നത്. ദിസ് പാർട്ട് നമ്മളൊന്ന് റീചെക്ക് വേറെ എന്തെങ്കിലും പോർഷൻ അവൈലബിൾ ആയിട്ട് റീചെക്ക് ചെയ്തെങ്കിൽ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം. ഓക്കെ, ഇറ്റ്സ് ഇൻ ഇന്ത്യൻ എഡിഷനിൽ ഇപ്പം P&L ആണെങ്കിലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് നെക്സ്റ്റ് നമ്മളൊരു ചെറിയ പോർഷൻ. എന്തെങ്കിലും ഡൗട്ട്സ് ഇനി എന്തെങ്കിലും ഒന്നും കൂടി ചോദിക്കാം. സോ അതിനിടയ്ക്ക് നമ്മളൊരു വേറൊരു ഒരു പോർഷനും കൂടി ഡിസ്കസ് ചെയ്യണ്ടായിരുന്നു. ഓക്കെ, സോ എ സമ്മറി ഓഫ് P&L ബാലൻസ് ഷീറ്റ് ഗൈഡൻസ്. അപ്പം ഇതിൻ്റെ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് Zoho ബുക്സ് യൂസ് ചെയ്യുമ്പോൾ ഏത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി സ്ട്രക്ചർ ഉണ്ട്. അതൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഏത് Zoho ബുക്സ് യൂസർ ആണെങ്കിലും അതിൽ ഏത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ യൂസർ ആണെന്നുണ്ടെങ്കിൽ പോലും അതിൽ മനസ്സിലാക്കേണ്ട കേസാണ്. ഇപ്പം നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ Zoho ബുക്സിന്റെ P&L വർക്ക് ചെയ്യുന്ന 3 സെഗ്മെന്റ് ആയിരുന്നു. ഒന്ന് ഗ്രോസ് പ്രോഫിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് വർക്ക് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, തേർഡ് വരുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡയറക്റ്റ് ഇൻകം, ഓൾ ഇൻകം, അതർ ഇൻകം അല്ലാത്ത ഓൾ ഇൻകം. ഇൻകം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആക്ടിവിറ്റിയാണ്. സോ ഓൾ ഇൻകം ഗ്രോസ് പ്രോഫിറ്റിൽ കൺസിഡർ ചെയ്യും. അതർ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്ക്രാപ്പ് സെയിൽ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റിലാണ് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇതിന്റെ ചാർട്ട് ഓഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതർ ഇൻകം എന്നുള്ള ഓപ്ഷൻ അത് ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ് പ്രോഫിറ്റ് ആണ് വരിക. അതല്ല സെയിൽ ഡയറക്റ്റ് ഇൻകത്തിൽ വരികയാണെങ്കിൽ, ജനറൽ ഇൻകത്തിൽ വരികയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണ് കൺസിഡർ ചെയ്യുക. പക്ഷെ എക്സ്പെൻസിന്റെ കേസിലാണ് കൂടുതൽ ആൾക്കാർക്ക് ഡൗട്ട് ഉള്ളത്. എക്സ്പെൻസ് എപ്പോഴും നമുക്ക് ഈ 3 സെഗ്മെന്റിലായിട്ട് എക്സ്പെൻസ് പോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, സർവീസ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയാൻ കുറവാണ്. കാരണം മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മുടെ പർച്ചേസ് വരുന്ന ഇൻവെന്ററി വരുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. ഈ ഗ്രോസ് പ്രോഫിറ്റിൽ ഇൻകം ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് നമ്മൾ കണ്ടിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, ടോട്ടൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആയിട്ട് സെപ്പറേറ്റ് കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് കൊടുത്ത് മാർക്കറ്റിംഗ് സെപ്പറേറ്റ് കീപ്പ് ചെയ്യാം. സെയിം ടൈം സാലറി സെപ്പറേറ്റ് കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ സെയിൽസ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ സെയിൽസിന്റെ ട്രാവൽ, സെയിൽസിന്റെ ഫുഡ്, സെയിൽസിന്റെ അക്കോമഡേഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ഹെഡ് കീപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഗ്രോസ് പ്രോഫിറ്റിന് കാണുന്നത് നിങ്ങൾക്കുള്ള ഡയറക്റ്റ് എക്സ്പെൻസ് അതിനുള്ള പ്രോഫിറ്റ് ആയിരിക്കും. സെയിം ടൈം നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലോട്ട് വരുമ്പോൾ നമ്മുടെ എല്ലാ ഓപ്പറേഷൻസും കഴിഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. പിന്നെ വരുന്ന നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. നിങ്ങൾക്ക് ഫൈനാൻസ് കോസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ എന്തെങ്കിലും ഡൊണേഷൻസ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ എംപ്ലോയി വെൽഫെയർ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇറ്റ്സ് നോട്ട് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് ദ കമ്പനി. അപ്പം ഇത് നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ കാണുന്ന രീതിയിൽ അതർ ഇൻകത്തിൽ ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഡയറക്റ്റ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഡയറക്റ്റ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ, ഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന് അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യണം ചാർട്ട് ഓഫ് അക്കൗണ്ട്. സെക്കൻഡ്, നിങ്ങൾ അതിനെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണെങ്കിൽ എക്സ്പെൻസിന്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്താൽ മതി. തേർഡ്, നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റ് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ അതർ ദാൻ ഓപ്പറേഷനുള്ള എക്സ്പെൻസ് ആണെങ്കിൽ നിങ്ങൾ അതർ എക്സ്പെൻസസിൽ ട്രീറ്റ് ചെയ്താൽ മതി. ഈ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് വളരെ എഫക്റ്റീവായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, എസ്പെഷ്യലി ഈ ഒരു ഇതിന്റെ ഗ്രൂപ്പിംഗ്, എക്സ്പെൻസിന്റെ ഗ്രൂപ്പിംഗ് ഹെഡ് വൈസ് നിങ്ങൾ സബ്ഡിവിഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. സെയിൽസിന് എത്ര എക്സ്പെൻസ് വന്നു, മാർക്കറ്റിൽ എത്ര എക്സ്പെൻസ് വന്നു, അതിൽ തന്നെ അക്കോമഡേഷൻ എത്ര, ആ ഒരു രീതിയിലുള്ള ഈ ചാർട്ട് ഓഫ് അക്കൗണ്ട് ഡിസൈനിൽ കുറെ കൂടി എഫക്റ്റീവായിട്ട് അക്കൗണ്ട്സ് നിങ്ങൾക്ക് ഓണേഴ്സിനൊക്കെ മനസ്സിലാക്കാൻ വളരെ യൂസ്ഫുൾ ആവും. ഇത് പലരും ഒരു ഇഗ്നോർ ചെയ്യുന്ന ഏരിയ ആണ്. ബട്ട് ഈ ഒരു ഏരിയ കവർ ചെയ്യുന്നത് ഇറ്റ്സ് വെരി ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ P&L. ഓക്കെ, സോ ദിസ് പാർട്ടാണ്. പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻസിന് നമ്മൾ ഗ്രൂപ്പിംഗ് പറഞ്ഞു. ദെൻ ഇറ്റ്സ് എ ബഡ്ജറ്റിംഗ് പോർഷൻ. ഇറ്റ്സ് ഓൾറെഡി ഡിസ്കസ്ഡ്. വി ഹാവ് എ ബഡ്ജറ്റ് ഓപ്ഷൻ ആൻഡ് ദ അതർ യുണീക്ക് ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് Zoho ബുക്സിൽ വരികയാണെങ്കിൽ Zoho ബുക്സിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന മനസ്സിലാകും ഒരുപാട് ഇന്റഗ്രേഷൻസും കാര്യങ്ങളും അവൈലബിൾ ആണ്.
So there is an option for the WhatsApp integrations, ഷിപ്പിംഗ് കാർഡ് e-commerce പ്രൊഡക്റ്റ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇന്റഗ്രേഷൻസ് ഉണ്ട്. സോ അപ്പം വാട്സപ്പ് ഇൻ്റഗ്രേഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് പേയ്മെന്റ് ഗേറ്റ് വേസ് ഇൻ്റഗ്രേഷൻസ് ഉണ്ട്. പേയ്മെന്റ് ഗേറ്റ് വേ ഇൻ്റഗ്രേഷൻസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് റേസർ പേൻ്റെ ഒക്കെ ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ APIs അതുപോലെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ IT ഫേംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് ERP ഏതെങ്കിലും ഓപ്പറേഷൻ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ആപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ അക്കൗണ്ടിങ് മോഡ്യൂൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സോഹോ ബുക്സിന്റെ കംപ്ലീറ്റ് മോഡ്യൂളും API ഫ്രണ്ട്ലി ആണ്. ഇപ്പോൾ ഇൻവോയ്സ് ആണെങ്കിലും കസ്റ്റമർ ആണെങ്കിലും ഇപ്പം ഒരു ലോഗിൻ ചെയ്തു, ഒരു ഇപ്പം സ്റ്റുഡന്റ് ആപ്പ് ആണ്. സോ ഫോർ എക്സാമ്പിൾ ഒരു എഡ്ടെക് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡന്റ് രജിസ്റ്റർ ചെയ്തു, ആ സ്റ്റുഡന്റ് നമുക്ക് കസ്റ്റമറായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റുഡന്റ് അവിടെ ഒരു കോഴ്സ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബുക്ക് ചെയ്ത കോഴ്സ് ഇങ്ങോട്ട് പുഷ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊരു ഓട്ടോമാറ്റിക് അക്കൗണ്ടിങ്, നിങ്ങളൊരു ആപ്പിന്റെ ഒരു ബാക്ക് ആൻഡ് അക്കൗണ്ടിങ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ പല ആൾക്കാരും പാർഷ്യലി ബിൽഡ് ചെയ്ത് കീപ്പ് ചെയ്യാറുണ്ട്. ബട്ട് ആക്ച്വലി ഭയങ്കര കൺസിസ്റ്റന്റ് ആയ ഒരു API സിസ്റ്റം സോഹോന്റെ കംപ്ലീറ്റ് എക്കോസിസ്റ്റത്തിനുണ്ട്. ഈവൻ ഒരു എല്ലാ പ്രൊഡക്ട്സിനും സോഹോയിൽ അവൈലബിൾ ആണ്. സോ എസ്പെഷ്യലി സോഹോ ബുക്സിൽ ബിൽഡിംഗ് എ ഫൈനാൻസ് മോഡൽ ഇസ് വെരി കോസ്റ്റ്ലി ആൻഡ് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ. കാരണം ഒരുപാട് എക്സ്റ്റേണൽ ഗവൺമെന്റ് കോംപ്ലയൻസ് ഇന്റഗ്രേഷനുകൾ ഉണ്ടാകുമ്പോൾ ആ ഒരു ഫൈനാൻസ് മോഡൽ ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡെഫിനറ്റ്ലി യു ക്യാൻ ഡിപ്പെൻഡ് ദ സോഹോ ബുക്സ്. ആൻഡ് സോഹോ ബുക്സ് അത്രയും വൈഡായിട്ട് ആക്സസിബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ക്രോസ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയും കൂടി അവിടെ ഉണ്ട്. ഇപ്പം നമുക്കൊക്കെ ഒരുപാട് ഇപ്പം എസ്പെഷ്യലി നമുക്ക് ഏറ്റവും വലിയ എൻക്വയറിയാണ് ഫീ കളക്ഷൻ ആപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളത്. ഒരുപാട് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നു. നല്ലൊരു ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റുന്ന ഫീ കളക്ഷൻ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ സോ വി ക്യാൻ ഈസിലി ഇന്റഗ്രേറ്റ്. സോ കസ്റ്റമർ ആൻഡ് ഫീ കളക്ഷൻ വിൽ ബി ഹാൻഡിൽ, ദ അക്കൗണ്ടിംഗ് സിസ്റ്റം പാർട്ട് വിൽ ബി ഹാൻഡിൽ ഹിയർ. സോ ആ ഒരു പോർഷനിൽ നിങ്ങൾക്ക് സോഹോ ബുക്സിനെ യൂസ് ചെയ്യാനും വെരി യൂസ്ഫുൾ ആണ്. ജസ്റ്റ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്താൽ മതി. സെയിം വേ വർക്ക് ഫ്ലോസ് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഹയർ പ്ലാനിൽ നമുക്ക് കസ്റ്റം ഫീൽഡ് ക്രിയേഷൻസ്, ഇൻവോയ്സിന്റെ പാർട്ടിലാണെങ്കിലും അപ്പൊ നമുക്ക് അഡീഷണൽ കസ്റ്റമർ ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ കസ്റ്റം ഫീൽഡും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ പിന്നെ കസ്റ്റമർ പോർട്ടൽസ് ഉണ്ട്, വെണ്ടർ പോർട്ടൽസ് ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. ഡിജിറ്റൽ സിഗ്നേച്ചർ, ഇൻവോയ്സിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ആവശ്യമുണ്ടെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ പോസിബിൾ ആണ്. ഇമെയിൽ റിമൈൻഡേഴ്സ്, അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഫർദർ നോക്കേണ്ട കാര്യം എന്നുള്ളത് സോഹോ ആപ്സ് ആണ്. സോഹോ ആപ്സിൽ വരുന്നതാണ് സോഹോ എക്സ്പെൻസിന്റെ ഇന്റഗ്രേഷൻസ്. സോഹോ എക്സ്പെൻസിന്റെ ഇന്റഗ്രേഷൻസ് എടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെയിൽസിലൊക്കെ പോകുന്ന ആൾക്കാർ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. സെയിം ടൈം സോഹോ അനലിറ്റിക്സ് ഫോർ ദ വൈഡ് റിപ്പോർട്ട്സ് ആൻഡ് സോഹോ ബിഗിൻ ഇസ് എ ഗുഡ് CRM. സോ CRM-ൽ സോഹോ ബിഗിൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ നത്തിങ്, CRMസിന്റെ ഉള്ളിൽ സോഹോ ബുക്സിന്റെ ഒരു വ്യൂ കിട്ടും. അപ്പോൾ അവിടെ CRM യൂസേഴ്സിന് അവിടെ ഒരു കൊട്ടേഷനോ കൊടുക്കുകയാണെങ്കിൽ ഡയറക്ട്ലി അവരുടെ ലീഡും ഡീലുമായിട്ട് ഇന്റഗ്രേറ്റഡ് ആയിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കണക്ട് ചെയ്യാനും പറ്റും. ഇവിടുന്ന് ബാക്കിയുള്ള പോർഷൻസ് ഇവിടുന്ന് അക്കൗണ്ടന്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി വി ഡിസ്കസ് ദ സോഹോ പ്രോജക്ട്. സോ ഇറ്റ്സ് എ വൈഡ് IT ഇൻഡസ്ട്രിയിലൊക്കെ വളരെ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ, മേ ബി യു ഓൾറെഡി നോ. So we have integration with the Zoho Books for cost tracking, Zoho People for HR, and other many industries, sales IQ, to track our website traffic and everything. Zoho Billing is the very big application for IT industry for SaaS model billing and all. You can try it out. It's a big topic. And Zoho Inventory not relevant to this webinar, and Zoho Expense is there. So many other Zoho ecosystem applications is there. So definitely it's the best option. And you can check, you can explore the Zoho part. That is already. Is there any Q&A question? Is there any question to attend pending? If there any question, we can answer. Otherwise, we can wind up. Can I get a W? Already answered. The scope of Zoho software, insurance sector. Okay, insurance sector. So നമുക്കൊരു ഡയറക്റ്റ് റിക്വയർമെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഓക്കെ എന്തൊക്കെയാണ് കറണ്ട് റിക്വയർമെന്റ്സ് മനസ്സിലാവുകയാണെങ്കിൽ വി ക്യാൻ ചെക്ക് ഹൗ വി ക്യാൻ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത്. Can I expect a GSTR1, GST JSON file new? Definitely GST കംപ്ലീറ്റ്, കാരണം സോഹോ ആപ്ലിക്കേഷൻ GST സുവിധ പാർട്ണർ ആണ്. ഓൾ റിപ്പോർട്ട്സ് അവൈലബിൾ ആണ്. ദർ ഇസ് നോ ടെൻഷൻ. നമുക്ക് GST പോർട്ടലുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഇവിടുന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. There is not third party dependency. It's very effective. ഒരുപാട് ക്ലയൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. So it's very easy. And kindly share YouTube channel links we shared already. And there is a Zoho product for project proposal. Is there any Zoho product for project proposal?
Actually, no. Currently, there is no idea. And കസ്റ്റമായിട്ട് ചെയ്യുന്നെങ്കിൽ ബെസ്റ്റ് സോഹോ ക്രിയേറ്റർ ആണ്. ബട്ട് I don't prefer സോഹോ പ്രൊപ്പോസൽ ക്രിയേഷൻ. പ്രൊപ്പോസൽ കുറെ കൂടി എസ്തെറ്റിക്കും അതിൽ ചേഞ്ച് അലൈൻമെന്റ് ചേഞ്ചസും ഇപ്പം സിംഗിൾ എവറി ടൈം ഇസ് എ ചേഞ്ചിങ് പാർട്ട് സിമിലർ ആണെന്നൊക്കെ പോസിബിൾ ആണ്. ബട്ട് അതിന്റെ ഒരു ROI അത് ഡെവലപ്പ് ചെയ്യാനുള്ള ROI വെച്ചിട്ട് I don't prefer. It's expensive. So most people നമ്മൾ അങ്ങനെ പറഞ്ഞാലും അത് വയബിൾ ആവാറില്ല. ഇറ്റ്സ് നോട്ട് വയബിൾ ആക്ച്വലി ക്രിയേറ്ററിൽ ബിൽഡ് ചെയ്ത്. ഒരു ഇൻബിൽഡ് സോഫ്റ്റ്വെയർ എന്തായാലും അതിന് കറന്റ് അവൈലബിൾ അല്ല സോഹോയിൽ. Is there any Zoho product project proposal? And will I possibility outgrow Zoho ecosystem? Definitely. So Zoho ecosystem ഒരുപാട് possibilities ഉണ്ട്. Okay. And check out a YouTube channel for the videos and things. So I think you answered all the questions. So I think already answered the questions. Thank you so much. So for the question, and I think you answered. So is there anything you can contact us for any inquiry for the specific requirement for the implementation support? We do implement the Zoho books and Zoho CRM and other application, and we have a functional consultants. So if you have any confusions in your industry how to set up ERP, whether it's a Zoho is suitable for or not, is there any confusion, you can contact us. We do the process study, and we can fix which is the application is better. So we handle the other applications also. So you can contact us. Is there any requirement for any doubt? If you want any demos, definitely you can contact us. Okay. So what we expected is a good percentage of attendees. So we are winding up. So we'll share this recordings. Anyone you can request us. We'll share the recordings. And if you want any product demo, definitely you can contact us. So thank you so much. We are winding up. Okay. Thank you, Rishad. Thank you all. Thank you, Tansia. Thank you, bye. And thank you, Sahel. Thank you, bye.